ആദിലമീൻ. എൻ്റെ പേര് ജാബിർ അലി. എൻ്റെ പേര് ആസിം സദർ. എൻ്റെ പേര് അയാൻ മുഹമ്മദ്. നമ്മളെല്ലാവരും ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് വിൻഡ് മിൽ എന്ന പ്രൊജക്റ്റാണ്. കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനെക്കൊണ്ടുള്ള മെറിറ്റ്സ് എന്തൊക്കെ വെച്ചാൽ ഇത് റിന്യൂവബിൾ എനർജി സോഴ്സാണ്. പിന്നെ ഇതിന് ഫോസിൽ ഫ്യൂൽസിൻ്റെ ഒരു ആവശ്യമില്ല. ഇതുമാതിരി ഗ്രീൻ ഹൗസിനെ ഇത് എഫക്റ്റ് ചെയ്യണമെന്നില്ല. ഇതിന് ഒരുപാട് മെറിറ്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ്സ് ആണ്. ഇത് കാരണത്താൽ ഒരുപാട് പക്ഷികൾ മരണപ്പെടുന്നുണ്ട്. അതിനെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഒരു മോഡലാണിത്. വർക്കിംഗ് ഡയഗ്രാം എങ്ങനെ വെച്ചാൽ ഇതിൻ്റെ നമ്മൾ യൂസ് ചെയ്ത അർഡിനോ യൂണോയും അൾട്രാസോണിക്കും ബസറുമാണ്. ഈ അൾട്രാസോണിക്കത്തെ VCC നമ്മൾ ഈ അർഡിനോ യൂണോത്തെ 5 വോൾട്ടിക്കാണ് കൊടുത്തത്. ഇതിൻ്റെ ട്രിഗ് നമ്മൾ അർഡിനോ യൂണോത്തെ 9ക്കും ഇതിൻ്റെ എക്കോ നമ്മൾ അർഡിനോ യൂണോത്തെ 10ക്കും ഇതിൻ്റെ ഗ്രൗണ്ട് അർഡിനോ യൂണോത്തെ ഗ്രൗണ്ടിക്കുമാണ് കൊടുത്തത്. പിന്നെ ഇതിലുള്ളത് ബസറാണ്. ഈ ബസറിൻ്റെ പ്ലസ് നമ്മൾ അർഡിനോ യൂണോറ്റ് 8ക്കും ഇത് ബസറിൻ്റെ ഗ്രൗണ്ട് നമ്മൾ അർഡിനോ യൂണോത്തെ ഗ്രൗണ്ടിക്കുമാണ് കൊടുത്തത്. ഇത് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈ പക്ഷികൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് ബസർ അടിയും. ആക്ച്വലി ഇവിടെ ബസറല്ല വെക്കേണ്ടത്, നമ്മൾ അക്കോസ്റ്റിക് ഡിറ്ററൻസ് ആണ് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ബസറാണ് വെച്ചിട്ടുള്ളത്. ഈ സൗണ്ട് വരുമ്പോൾ ഈ പക്ഷികൾ വരുമ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് അലാറം അടിയും. ആ അലാറം കേട്ടിട്ട് പക്ഷികൾ റൂട്ട് മാറി പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലേഡ് ഡാർക്ക് ആക്കുകയാണ്. ഒരു ബ്ലേഡ് ഡാർക്ക് ആക്കുമ്പോൾ ഈ പക്ഷികൾ വരുമ്പോൾ പക്ഷികൾക്ക് മനസ്സിലാവും അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്ലാക്ക് വെച്ചത്.